മാത്സ് ക്രാക്കർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിതമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികളെ കുറിച്ചാണ്. അരിതമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികളെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഒരു സീക്വൻസ് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ 4-5 എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര. അതായത് ഇതെന്താണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എണ്ണൽ സംഖ്യയാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 1, 3, 5, 7 എക്സെട്ര. നമ്പർ എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അടുത്തത് 2, 4, 6, 8 എക്സെട്ര. അത് ഈവൻ നമ്പേഴ്സ് ആണ്. അടുത്തത് 1, 4, 9, 16 എക്സെട്ര. എന്ത് പറയാം, ഇത് എന്താണ്, സ്ക്വയേഴ്സ് ആണ്. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. അടുത്ത എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് 5, 10, 15, 20 എക്സെട്ര. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റത്തെ ഇതിൽ നോക്കിയേക്ക്, ഈ നമ്പറുകളിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്. അതായത് എന്താണ്, 1 വീതം ആഡ് ചെയ്തു പോകുന്ന ഒരു സീരീസ് ആണത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതില് ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ സ്ക്വയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ എന്ന് പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിനെയാണ് നമ്മളൊരു സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ വൺ ആഫ്റ്റർ അനദർ അക്കോർഡിംഗ് ടു പർട്ടിക്കുലർ റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. അതായത് ഒന്നിന് പിറകിൽ ഒന്നായി നമ്മൾ കോമയിട്ട് എഴുതുന്നതിന് അതിനൊരു സ്പെസിഫിക് റൂളും കൂടി ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ആ സീരീസിനെ എന്ത് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം സീക്വൻസ് ആണ്. ഇത് നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, നമ്പർ സീക്വൻസ് എന്ന് പറയാം. ഇനി നമ്പർ കൊണ്ട് മാത്രമല്ല നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ പഠിച്ചിരിക്കുന്ന പോളിഗൺസ് വെച്ച് നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാം, പോളിനോമിയൽസ് വെച്ച് സീക്വൻസ് ഉണ്ടാക്കാം. സീക്വൻസിന് എന്തുണ്ടായിരുന്നാൽ മതി, ഒന്നിന് പിറകിൽ ഒന്നായി എഴുതും വേണം. അതിനൊരു സ്പെസിഫിക് റൂള് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മൾ പോളിഗൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു പോളിഗൺ അഥവാ ബഹുഭുജം എന്ന് പറയുന്നത്? നമുക്ക് ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കുവാൻ സാധിക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിഗൺസ് അഥവാ ബഹുഭുജം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്, ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്, 3 സൈഡ്സ് ഉണ്ട്. അടുത്തത് 4 സൈഡ്. 4 സൈഡുള്ള ഏതൊരു ഫിഗറിനെ നമ്മൾ എന്ത് പറയും, ക്വാഡ്രി ലാറ്ററൽ. അതൊരു സ്ക്വയർ ആവാം, റെക്ടാങ്കിൾ ആവാം, പാരലലോഗ്രാം ആവാം, എന്തുമാവും. 4 സൈഡ് ഉണ്ടായിരുന്നാൽ മതി. അടുത്തത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 5 സൈഡ് ഉള്ളത് പെന്റഗൺ അഥവാ പഞ്ചഭുജം. ഇതും എന്താണ്, ഇതിനെ നമുക്ക് എന്ത് പറയാം, പോളിഗൺസിന്റെ സീക്വൻസ് എന്ന് പറയാം. സീക്വൻസ് ഓഫ് പോളിഗൺസ്. കാരണം എന്താ, സൈഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇതില് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു പോളിനോമിയൽസ്, 1+x, 1+x², 1+x³ എക്സെട്ര. ഇത് എന്താണ്, പോളിനോമിയൽസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ പവർ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഗ്രി ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറയും. അപ്പൊ നമുക്ക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്പർ ഉപയോഗിച്ച് നമുക്ക് സീക്വൻസസ് എഴുതാൻ പറ്റും. പോളിഗൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റും. പോളിനോമിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീക്വൻസസ് എഴുതാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് നമ്പർ ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റില് ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. എന്താണ്, ഇവിടെ 4 സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. ഓരോ സ്ക്വയറിന്റെയും സൈഡ് വ്യത്യസ്തങ്ങളാണ്. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. പിന്നെ 1 and 1/2 സെന്റിമീറ്റർ ആണ്. ദെൻ 2 സെന്റിമീറ്റർ, 2 and 1/2 സെന്റിമീറ്റർ. അതായത് എന്താണ്, 1/2 സെന്റിമീറ്റർ വീതം ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സ്ക്വയേഴ്സുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സ്ക്വയറിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നമുക്ക് എന്താണ്, ഇതിന്റെ സൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ അറിയാം. പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാൻ അറിയാം. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ഏരിയ അഥവാ വിസ്തീർണം.
പിന്നെന്താണ് ഡയഗണൽ അല്ലെങ്കിൽ ഇതിന്റെ വികരണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൈഡുകളെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് എഴുതി നോക്കാം. ഇതിന്റെ സൈഡിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് വരും, സൈഡ് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് വരും, 1 and 1/2, 2 and 1/2. ഇതിന്റെ പെരിമീറ്റർ നമുക്ക് എഴുതാം. പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ 4 സൈഡ് ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മള് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയാം. പെരിമീറ്റർ is equal to 4a. That is 4 into first 1 4 into 1 and 1/2. That is 4a is equal to എന്ത് എഴുതാം, 4 into 1 and 1/2. ഈ 1 and 1/2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻസ് ചെറിയ ക്ലാസ്സിൽ, മിക്സഡ് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നൊക്കെ പഠിച്ചതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ വിഷമ ഭിന്നമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 4 into ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ എന്ത് വരും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 into 2 2 plus 1. That is 2 plus 1 3/2. 2 3 4 ക്യാൻസൽ ചെയ്യാം, 1 ടൈം, ഇവിടെ 2 ടൈം. That is 3 2s are 6. ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി, 6. അടുത്തത് എന്ത് എഴുതാം, 4 into 2 8. ഇനി 1 and 1/2 ഇതുപോലെ നമുക്ക് വീണ്ടും എഴുതാം. എന്താണ്, 4 into 2 and 1/2. That's equal to 4 into 2 2s are 4, 4 plus 1 5/2. 2 1 time, ഇവിടെ 2 time. 2 5s are 10. That is 10, etc. ഇതും കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ is equal to അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് a സ്ക്വയർ. സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. 1 ന്റെ സ്ക്വയർ 1. ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് പറഞ്ഞു 3/2. 3/2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, 3 യുടെ സ്ക്വയർ 9, 2 ന്റെ സ്ക്വയർ 4. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 4 എത്ര ടൈം, 2 ടൈം, 8 റിമൈൻഡർ 1. That is 2 and 1/4. മാറ്റി എഴുതാൻ അറിയണതല്ലേ. അടുത്തത് എന്ത് വരും, 2 ന്റെ സ്ക്വയർ 4. അതുപോലെ 2 and 2/2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് എന്താണ്, 5/2 ആണ്. 5/2 ന്റെ സ്ക്വയർ 25/4 ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 25/4. That is 6 4s are 24, remainder 1. ഇതിനെ എങ്ങനെ എഴുതാം, 6 and 1/4, etc. അപ്പൊ നമുക്ക് സൈഡിന്റെ സീക്വൻസ് കിട്ടി, പെരിമീറ്ററിന്റെ സീക്വൻസ് കിട്ടി, അതിന്റെ ഏരിയയുടെ സീക്വൻസ് കിട്ടി. ഇനി ഡയഗണൽ അഥവാ വികരണത്തിന്റെ സീക്വൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. D is equal to, വികരണം എന്ന് പറയുന്നത് എന്താണ്, കോർണർ ടു കോർണർ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് വികരണം എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട്. വികരണം എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഇക്വേഷൻ ആയിട്ട് അറിയെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നമ്മളെ പൈതഗോറൻ തിയറം അനുസരിച്ചിട്ട് എങ്ങനെ സൈഡ് എ ആയിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ഇവിടെയും എയും ഇവിടെയും എ ആണെങ്കിൽ പൈതഗോറൻ തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് റൂട്ട് ഓഫ് എന്ത് വരും, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 2a എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് സൈഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇതിൽ എന്ത് വരും, റൂട്ട് 2 into 1, ദാറ്റ് ഈസ് റൂട്ട് 2 എന്ന് കിട്ടി. അടുത്തത് റൂട്ട് 2 into 1 and 1/2, ദാറ്റ് ഈസ് റൂട്ട് 2 into 1 and 1/2 നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു 3/2 എന്ന്. ഈ 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 2 into റൂട്ട് 2 എന്ന് പറയുന്നതാണ് എന്ത്, ശരിക്കും റൂട്ട് 4. ദാറ്റ്സ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് ഈ 2വിന് പകരം എന്ത് എഴുതാം, റൂട്ട് 2 into റൂട്ട് 2 എന്ന് എഴുതിക്കൂടെ.
that is root 2 by root 2 into root 2. That is ഈ റൂട്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 by root 2 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അടുത്തത് അതുപോലെ എന്ത് എഴുതാം? root 2 into 2 എന്ന് പറയണത് root 2 into 2 root 2 എന്ന് കിട്ടി. അടുത്തത് root 2 into ഇതിനെ നമുക്ക് എങ്ങനെ എഴുതിയ 5 by 2 ആണ്. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം root 2 into 5 by root 2 into root 2. root 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോ 5 by root 2 etc. അപ്പൊ നോക്കി നോക്കൂ, നമുക്ക് എന്താണ് 4 സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ 4 സ്ക്വയേഴ്സിന്റെ നമ്മള് അതിന്റെ സീക്വൻസസ് ആയിട്ട് എഴുതാൻ പറ്റി. അതിന്റെ സൈഡിന്റെ സീക്വൻസ്, അതിന്റെ പെരിമീറ്ററിന്റെ സീക്വൻസ്, അതിന്റെ ഏരിയയുടെ സീക്വൻസ്, ദെൻ അതിന്റെ ഡയഗണലിന്റെ സീക്വൻസസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം, അതിന്റെ സീക്വൻസസ് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ടെക്സ്റ്റ് ബുക്കില് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിം തന്നെ, അതായത് 1/2 എന്ന് പകരം 1, 2, 3, 4 അങ്ങനെയായിട്ടാണ് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേഷൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിക്സഡ് ഫ്രാക്ഷനുള്ള എക്സാമ്പിൾ ആദ്യം ചെയ്തത്. അപ്പൊ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതായത് വേറെ ഒന്നുമില്ല, 1 and 1/2 പകരം അവിടെ 2 ആണ് കിടക്കുന്നത്, 2 പകരം 3, 2 and 1/2 പകരം 4 ആണ് കിടക്കുന്നത്. അപ്പൊ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും, കാൽക്കുലേഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ സ്വയമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അടുത്തൊരു എക്സാമ്പിൾ ആണ്. എന്താണ്? 1 മീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ, അതിന്റെ മിഡ് പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ക്വയർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ അഥവാ വിസ്തീർണം. ഇനി ആ വിസ്തീർണം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാ? ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തിട്ട് അടുത്തൊരു സ്ക്വയർ വരയ്ക്കാം, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്ത് അടുത്ത സ്ക്വയർ വരയ്ക്കുക, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ കണ്ടുപിടിച്ച ഏരിയാസിനെല്ലാം ഒരു സീക്വൻസ് ആയിട്ട് എഴുതാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പറയാം? ഇതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്, ഇതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1 മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് 1 മീറ്റർ ആയിരിക്കും, സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ. ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് 1 മീറ്റർ ആയിരിക്കും. ഇത് സ്ക്വയറിന്റെ എന്തായിട്ടാണ് വരാ? ഡയഗണൽസ് ആയിട്ടാണ് വരാ. നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം ഇസ് ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. ഡി സ്ക്വയർ എന്ന് എഴുതാനുള്ള കാരണം സ്ക്വയറിന്റെ 2 ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റു 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ്. ഇപ്പൊ എന്ത് കിട്ടി? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് അടുത്തൊരു ഫിഗർ വരച്ചിരിക്കുകയാണ്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്? ഇതിന്റെ സൈഡ് അറിയുന്നത് കൊണ്ട് ഇതിന്റെ സൈഡാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിന്റെ ഡയഗണൽ ആയിട്ട് കൺസിഡർ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മൂന്നാമത് വരച്ച സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നതും ഈ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഇപ്പൊ രണ്ടാമത്തെ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് 1/2 ആണെന്നറിയാം. ഏരിയയുടെ വേറൊരു ഇക്വേഷൻ നമ്മൾ സൈഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? സൈഡ് തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാനായിട്ട് എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണ് എന്ത്? നമ്മുടെ 1/2. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/√2 ആയിരിക്കും. കാരണം 1ന്റെ റൂട്ട് 1 തന്നെയാണ്,
2ന്റെ റൂട്ട് 1/√2 എന്ന് കിട്ടി. അതായത് ഈ 1/√2 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്, ഈ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡും മൂന്നാമത്തെ സ്ക്വയറിന്റെ ഡയഗണലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? മൂന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഡി സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 1/√2 whole square, that is 1/2 into 1ന്റെ സ്ക്വയർ 1, √2ന്റെ സ്ക്വയർ 2, that's equal to 1/4. ഇതിനെ നമുക്ക് ഇനി ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. എന്താണ്, ആദ്യത്തെ 1 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റത്തെ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ 1 തന്നെയായിരിക്കും. രണ്ടാമത്തെ ഏരിയ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 1/2 കണ്ടുപിടിച്ചു. ദെൻ അടുത്ത ഏരിയ 1/4 കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിരിക്കും ഹാഫ് ഹാഫ് ആയിട്ടാണ് വരുന്നത്. 1/4 ആണെങ്കിൽ അടുത്തത് 1/8 എക്സെട്ര. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. അതായത് എന്താണ്, ഇതിന്റെ v is equal to, അതായത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. v is equal to 9.8 t ആണ്, s is equal to 4.9 t ആണെങ്കിൽ ഇതിന്റെ സീക്വൻസ് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈസിയാണ്. എന്താണ്, ടിക്ക് 1 സെക്കൻഡ് കൊടുക്കുക, 2 സെക്കൻഡ് കൊടുക്കുക, 3 സെക്കൻഡ് കൊടുക്കുക. ടിക്ക് 1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വിയുടെ ഒരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ടിക്ക് 1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എസിന്റെ വാല്യൂ കിട്ടും. അതുപോലെ ടിക്ക് 2 കൊടുക്കുമ്പോൾ വി കിട്ടും. അതുപോലെ തന്നെ എസ് കിട്ടും. അങ്ങനെ ഒരു 4-5 എണ്ണം നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് എന്താണ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ അല്ലെങ്കിൽ അവിഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, വിഭജിക്കാൻ സാധിക്കാത്തത്. അതായത് ഫസ്റ്റത്തെ അവിഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 നിന്നാണ്. 2, 3, 5, 7, 11 എക്സെട്ര. അങ്ങനെയുള്ളതിന് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, പ്രൈം നമ്പേഴ്സിന്റെ സീക്വൻസ് നമുക്ക് എഴുതാം. ദെൻ എന്താണ്, ഒരു ഫ്രാക്ഷൻ ഫോം തന്നിട്ടുണ്ട്. എന്താണ്, 21/37 തന്നിട്ടുണ്ട്. അതായത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ്, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഡെസിമൽസ് നമ്മളോട് എന്താണ് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 21/37 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.567. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനൊരു സീക്വൻസ് ആയിട്ട് എഴുതുമ്പോ 5, 6, 7, ഇനി എന്ത് വരും? ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാണ്. അപ്പൊ വീണ്ടും 5, 6, 7 അങ്ങനെ എഴുതാൻ സാധിക്കും. പൈയുടെ വില അതുപോലെ തന്നെ നമുക്കറിയാം 3.14159 ആണ്. അതും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസ് ആയിട്ട് എഴുതുമ്പോൾ 3, 1, 4, 1, 5, 9 അങ്ങനെയായിട്ട് എഴുതാൻ പറ്റും. ദെൻ അടുത്തത് എന്താ പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, അഥവാ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യയില് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, 1 അവസാനിക്കുന്ന സംഖ്യകൾ എഴുതാം. അപ്പൊ ഏതൊക്കെ വരും? 1, പിന്നെ ഏതാ 11, പിന്നെ എന്താ 21, പിന്നെ 31. അങ്ങനെ എൻഡ് ചെയ്യുന്ന നമ്പറുകൾ മാത്രം അതിന്റെ ഒരു സീക്വൻസ് എഴുതാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എന്താണ് സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സീക്വൻസ് എങ്ങനെയാണ് എഴുതാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയേ ഉള്ളൂ സീക്വൻസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സീക്വൻസസ് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്കുക, അതിലത്തെ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ആൻസറിൽ കറക്റ്റ് ആൻസറിൽ എത്തണുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് സീക്വൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ടെക്സ്റ്റിലുള്ള എക്സസൈസുകൾ ചെയ്യാം. ടെക്സ്റ്റിൽ ഒരുപാട് ഒരു 5-6 എക്സസൈസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും താങ്ക് യു.